ഈ റെക്ടിഫയർ എന്താ ചെയ്യുന്നത്? റെക്ടിഫയർ ചെയ്യുന്നത് ഒരു AC സിഗ്നൽ, AC എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതാണ് AC. ഒരു AC സിഗ്നൽ ഉണ്ടെങ്കിൽ ആ AC സിഗ്നലിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഒരു DC സിഗ്നൽ ആക്കുകയാണ്. ഓക്കെ, DCനെ നമ്മൾ പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു DC സിഗ്നൽ ആക്കി നമ്മൾ മാറ്റുകയാണ്. ഓക്കെ, ദിസ് ഇസ് DC. ഈ പ്രോസസ് എനേബിൾ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഈ പറയുന്ന റെക്ടിഫയർ. മനസ്സിലായോ? അപ്പൊ ഈ AC-നെ എന്തിനാണ് നമ്മൾ DC-യിലോട്ട് ആക്കുന്നത്? അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ബിക്കോസ് അതാണ് നമ്മളിപ്പോ എന്തൊരു ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ പഠിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു കോൺസെപ്റ്റ് എഞ്ചിനീയറിംഗിൽ പഠിച്ചാലും അത് എന്തിനാ ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് പോവാവും. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി തിയറി ഇങ്ങനെ കാണാണ്ട് പഠിച്ചു പോകുന്ന പോലെ ആയിപ്പോവും. സോ ഇവിടുത്തെ കേസിൽ AC എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കിപ്പോ നമ്മുടെ വീട് അറിയാം അല്ലെ? വീട്ടില് നമ്മുടെ ഇലക്ട്രിസിറ്റി ലൈനിൽ കൂടെ വരുന്ന സിഗ്നല് എന്താണ്? എന്ത് ഫോമിലായിരിക്കും? അതൊരു ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആണ്, അതൊരു AC സിഗ്നൽ ആണ്. ആൻഡ് ഇന്ത്യയില് നമുക്ക് കിട്ടുന്ന ഇലക്ട്രിസിറ്റി ലൈനിൽ കൂടെ കിട്ടുന്ന AC സിഗ്നലിന്റെ വോൾട്ടേജ് നിങ്ങൾക്ക് അറിയായിരിക്കുമോ? ഇപ്പൊ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇക്വിപ്മെന്റ്സ് ഒക്കെ നോക്കിയാൽ മതി കേട്ടോ. അതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും നമുക്ക് 230 വോൾട്ടും 50 ഹേർട്സും ആണ് ആ വരുന്ന AC സിഗ്നലിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, 50 ഹേർട്സ് ഫ്രീക്വൻസി ആണ് ആൻഡ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 230 വോൾട്ട് ആണ്. ഈ രണ്ട് പാരാമീറ്റേഴ്സും ഓരോ കൺട്രീസിലും ഡിഫറെന്റ് ആയിരിക്കും. ലൈക് US-ലും കാനഡയിലും അവർക്ക് 110 വോൾട്ട് ഒക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചില കേസസിൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്ന ചില ഇലക്ട്രോണിക് എക്വിപ്മെന്റ്സ് നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവച്ച് യൂസ് ചെയ്യുമ്പോൾ അതിനൊന്നുകിൽ കേടുപാട് സംഭവിക്കും അല്ലെങ്കിൽ വർക്ക് ചെയ്യത്തില്ല. അതിന്റെ റീസൺ ഇതാണ്. അപ്പൊ ഇവിടുത്തെ കേസില് നമ്മൾ എന്തിനാ AC-ന്ന് DC-യിലോട്ട് കൺവേർട്ട് ചെയ്യുന്നറിയാവോ? കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന പല ഡിവൈസസും വർക്ക് ചെയ്യുന്നത് DC-യിലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് AC-നെ DC-യിലോട്ട് ആക്കേണ്ട ഒരു പർപ്പസ് വരുന്നുണ്ട്. അത് എനേബിൾ ചെയ്യും, ഈ AC ടു DC കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന റെക്ടിഫയർ. അപ്പൊ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടും DC കറണ്ടും വ്യത്യാസം നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും അല്ലെ? നിങ്ങൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്നുണ്ട് അല്ലെ? എന്താണ് AC, എന്താണ് DC എന്നൊക്കെ. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC-ല് നമ്മുടെ ഡയറക്ഷൻ ഓഫ് സിഗ്നൽ കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ DC-യിലാണെങ്കിലും അത് ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ റിപ്പിൾസ് ഉണ്ടാവത്തില്ല എന്നൊക്കെ നമ്മളോട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് വിസിറ്റ് അവർ ചാനൽ ഓർ KOS ആപ്പ്. അതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സബ്ജക്റ്റില് ഈ ഡീറ്റെയിൽസ് ഒക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഒത്തിരി ഇൻഡെപ്തിലാണ് അതൊക്കെ പഠിച്ചിരുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് റെക്ടിഫയർ കുറച്ചും കൂടെ നമ്മുടെ ഇലക്ട്രോണിക്സ് സൈഡിൽ നമുക്ക് പഠിക്കാം. ഫൈൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി അല്ലെ റെക്ടിഫയർ എന്താ ചെയ്യുന്നത് മനസ്സിലാക്കി. നമുക്കറിയാം AC എന്താന്ന് DC എന്താന്ന് മനസ്സിലായി. ഇനി അറിയേണ്ടത് നമുക്ക് 2 ടൈപ്സ് ഓഫ് റെക്ടിഫയേഴ്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ.